നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വിങ്ങിക്കരഞ്ഞു തുടങ്ങിയ ദിൽനയുടെ തോളിൽ വീണ്ടും ക്രിസ്റ്റിയുടെ കൈകൾ താളമിട്ടു. ആശ്വാസം പകർന്നു കൊടുക്കുന്നതിന്റെ നേരത്തെ ഈണം പോലെ. എന്നിട്ടും കുറ്റബോധത്തിന്റെ കണ്ണുനീർ അവിടെ കവിളിനെ നനച്ചുകൊണ്ട് ഒഴുകി പടർന്നിരുന്നു. ഉള്ളിൽ വേദനയുടെ അലറി വിളിക്കുന്ന ഒരു കടലൊതുക്കി പിടിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി അവളോടത് പറഞ്ഞത്. ഞാൻ കാരണം. ദിലുവിന്റെ വാക്കുകൾ മുറിഞ്ഞു. നീ കാരണം ഉണ്ടായ മുറിവല്ലെന്ന് പറയുന്നില്ല, ഇപ്പോഴുള്ള നിനക്ക് വേണ്ടിയുണ്ടായ മുറിവാണ്. പക്ഷേ അതേ മുറിവിന് മരുന്നാവാനും നിനക്കല്ലേ കഴിയുന്നത്. ക്രിസ്റ്റി അവളുടെ കുനിഞ്ഞുപോയ മുഖം പിടിച്ചു വരുത്തിക്കൊണ്ട് ചോദിച്ചു. ചെന്നിട്ട് അമ്മയെ വിളിക്ക്, ഹോസ്പിറ്റൽ പോകണമെന്ന് ചോദിക്കുക. കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ വേറെ എന്തെങ്കിലും വേണമെന്ന് പോയി ചോദിക്കുന്നില്ലോ. നമ്മുടെ അമ്മയുടെ പാതി അസുഖം മാറുപടി. നമ്മളില്ലാതെ നമ്മുടെ അമ്മയ്ക്ക് ഇനി ആരുമില്ലടാ. ഉള്ളിലെ വേദന മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവന്റെ ചിരി ദിലിനെ അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. പഴയ ദിലുമോളായിട്ട് ചെന്നിട്ട് സംസാരിക്കുന്നേ. ക്രിസ്റ്റി വീണ്ടും പറഞ്ഞു കേട്ടതും ദിലു മുഖം അമർത്തി തുടച്ചുകൊണ്ട് കരച്ചിലൊതുക്കി ചിരിയോടെ തലയാട്ടി. തിരികെ ഹാളിലെത്തി ഡെയ്സിയുടെ മുറിയിലേക്ക് കയറും മുന്നേ ദിലിനെ വീണ്ടും ക്രിസ്റ്റിയുടെ നേരെ നോക്കി. കയറിപ്പോയെന്നർത്ഥത്തിൽ അവനൊന്ന് മുഖം ചലിപ്പിച്ചതും മെല്ലെ വാതിൽ തുറന്നുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. കൈകൾ കൊണ്ട് വേദന അകറ്റാൻ എന്ന പോലെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവിടെ തന്നെ ആ വാതിൽക്കിലേക്ക് നോക്കി സങ്കടത്തോടെ നിൽക്കുന്നവനെ മറഞ്ഞു നിന്ന് നോക്കുമ്പോൾ എന്തിനെന്നറിയാതെ മറിയാമ്മച്ചിയും കരയുന്നുണ്ടായിരുന്നു, ഹൃദയം പിടഞ്ഞുകൊണ്ട് തന്നെ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഋഷിൻ ചിരിയോടെ ഗൗരിയെ നോക്കി ചോദിച്ചു. അടിപൊളി, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ കയ്യിലേക്കിട്ട് കൊടുത്ത റിങ് തലോടിക്കൊണ്ട് പറയുമ്പോൾ ആ മോതിരം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അവളുടെ മുഖവും. അവൾക്കത് എത്ര നോക്കിയിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അന്ന് അവളുടെ പിറന്നാളാണെന്ന് എന്തോ പറയുന്ന കൂട്ടത്തിൽ ഋഷിനോട് പറഞ്ഞു പോയതായിരുന്നു. എന്നിട്ടത് സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ എന്ന അവന്റെ ചോദ്യത്തിന് സങ്കടം പൊതിഞ്ഞു പിടിച്ചൊരു ചിരിയാണ് പകരം കിട്ടിയത്. ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൾക്കതിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ലെന്ന് അതോടെ ഋഷിന് മനസ്സിലായി. ഒരവസരം കാത്തിരുന്ന് അവനത് വിട്ടുകളഞ്ഞുമില്ല. സാരമില്ല, ഞാൻ എൻ്റെ സ്വന്തമാക്കിയതിന് ശേഷം നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം നിനക്ക് ആഘോഷമാവും. നമ്മൾ ആഘോഷിക്കും. ഈ വാക്കുകൾ ഇതെന്റെ പെണ്ണിന് ഞാൻ തരുന്ന പിറന്നാൾ സമ്മാനമായിക്കോട്ടെ. അതും പറഞ്ഞവൻ ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ അവനോടുള്ള അടങ്ങാത്ത പ്രണയത്തിലേക്ക് കൗശലത്തോടെയാണ് ഋഷിൻ നോക്കിയിരുന്നത്. അന്ന് വൈകുന്നേരം അവളെ കാണാൻ പോകുമ്പോൾ സർപ്രൈസ് പോലെ ഒരു സ്വർണ്ണമോതിരം കൂടി വാങ്ങി സമ്മാനിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി സ്വർണ്ണമണി എന്നവിടെ ഉള്ളം നിറഞ്ഞത് അവനോടുള്ള വിശ്വാസം കൊണ്ടായിരുന്നു. ഗൗരിയെ നോക്കി ഋഷിൻ ചിരിയൊതുക്കി. അവൾ അപ്പോഴും ആ മോതിരത്തിന്റെ ഭംഗിയിൽ ലയിച്ച് ചേർന്നിരിക്കുകയാണ്. ചുറ്റുമും നോക്കിയിട്ട് ഋഷിൻ അവളെ വലിച്ചടുപ്പിച്ചു. പെട്ടെന്നുള്ള അവന്റെ ആ പെരുമാറ്റത്തിൽ അവളൊന്ന് പകച്ചുപോയി. പക്ഷേ പ്രേമം പൂത്തുലഞ്ഞു നിൽക്കുന്ന അവന്റെ മിഴികളിലേക്ക് നോട്ടം കൊരുത്തതും അവളാകെ നാണിച്ചു പോയിരുന്നു. അവളിലേക്ക് ആമുഖി തരളിതയായി പോയിരുന്നു. ഋഷിന്റെ കൈകൾ അവളുടെ കവിളിൽ മുറുകുന്നതിന് അവൾ എതിർപ്പ് പറയുന്നുണ്ടെങ്കിലും പഴയൊരു വീര്യമുണ്ടായിരുന്നില്ല അതിനെന്ന് ഋഷിൻ മനസ്സിലാക്കി. മുന്നേ കൈകൾ പോലും കോർത്തു പിടിക്കാൻ സമ്മതിച്ചു കൊടുക്കാത്തവളിലേക്ക് അവൻ ആർത്തിയോടെ മുഖം താഴ്ത്തി വരുന്നത് കണ്ടിട്ടും ഗൗരി പിടഞ്ഞു മാറിയില്ല. അവനെ തള്ളി മാറ്റിയതുമില്ല. ഫൈസിയേ വിളിയോടെ ആയിഷ മുറിയിലേക്ക് കടന്നില്ലുമ്പോൾ അവൻ കെട്ടിപ്പിടിച്ചിടുന്ന തലണിൽ മുഖമൊന്ന് വെച്ചിരുട്ടി. എന്തേടാ കിടക്കണേ? ആയിഷ നേരെ വന്നിട്ട് അവന്റെ നെറ്റിൽ തൊട്ട് നോക്കി. പനിയൊന്നുമില്ലല്ലോ, രാവിലെ മുതൽ തെണ്ടി നടക്കില്ലേ, പിന്നെ എങ്ങനെ വയ്യാണ്ടാവും? പറഞ്ഞാ കേക്കില്ലാലോ. നടുവിന് കൈ കൊടുത്തിരുന്നുകൊണ്ട് ആയിഷ അവനെ നോക്കി പറഞ്ഞു. നിങ്ങളൊന്നും ഇവിടെ ഇരിക്കുമ്മ. അതും പറഞ്ഞുകൊണ്ട് അവൻ ആ കൈ പിടിച്ച് വലിച്ച് കിടക്കയിലേക്ക് ഇരുത്തി. അവരതിലിരുന്ന നിമിഷം തന്നെ ഫൈസി ആ മടിയിലേക്ക് തലയെടുത്ത് വെച്ചിട്ട് കിടന്നു. നിങ്ങളൊന്ന് തല തടവി തന്നെ, എനിക്കൊന്ന് ഉറങ്ങാനാ. അവൻ അവരുടെ കൈകൾ എടുത്തിട്ട് സ്വന്തം തലയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. എന്തേ മോനെ, എന്തേലും സങ്കടം ഉണ്ടോടാ? അവന്റെ സമൃദ്ധമായ മുടിയിഴകൾക്കിടയിലേക്ക് കൈവച്ചിട്ട് ആയിഷ ആകുലതയോടെ വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് ഉറക്കം വന്നിട്ടാ. തൊണ്ടക്കുഴിയോളം എത്തിയൊരു കരച്ചിൽ വിഴുങ്ങിക്കളഞ്ഞിട്ടാണ് ഫൈസി അങ്ങനെ പറഞ്ഞത്. കുഞ്ഞിലേ മുതലുള്ള അവന്റെ ശീലമാണ് ഇച്ചിരി സങ്കടം വന്നാൽ പെട്ടെന്ന് പോയി കിടന്നുറങ്ങി കളയുമെന്നത്. ഉറങ്ങിയെണീക്കുമ്പോൾ പൂർണ്ണമായും വിട്ടൊഴിഞ്ഞു പോവില്ലെങ്കിലും ഒരല്പം ആശ്വാസം കിട്ടും. ആ പ്രശ്നത്തിനെതിരെ ഒരു പ്രതിവിധി കണ്ടെത്താനുള്ള ധൈര്യവും കിട്ടും. മുതിർന്നിട്ടും അവന്റെ ആ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതറിയുന്നതുകൊണ്ടാണ് അവന്റെ ഉമ്മാക്ക് വേവലാതിയും. ഉമ്മാന്റെ കൈവിരലുകൾ തലയിൽ മാന്ത്രികത കാണിക്കുന്നുകൊണ്ടാവാം ഫൈസിയുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ടും മുള്ളു മുഴുവൻ അവളാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണോടെ ജീവിതത്തിൽ ആകെയുള്ള പ്രതീക്ഷ
അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തോടെ മരവിച്ചിരിക്കുന്നവരുടെ അതേ നോവ് അളവൊട്ടും കുറയാതെ അവനെ നോവിക്കുന്നുണ്ട്. ഉറക്കത്തെ പോലും തട്ടിമാറ്റി വാശി പോലെ അത് അവൻ്റെ ഹൃദയം പിടിച്ച് ഞെരിച്ചു. ഉമ്മയുടെ മടിയിലേക്ക് ആ ഹൃദയം ഒരുകിയ നീർത്തുള്ളികൾ പതിയും മുന്നേ ഫൈസി തുടച്ചു കളഞ്ഞു. വീണ്ടും കണ്ണടച്ച് കിടന്നു. ക്രിസ്റ്റി തിരികെ ഹോസ്പിറ്റലിൽ പോകാനാകുമ്പോൾ വിളിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ഇടം കയ്യിൽ അവൻ്റെ ഫോണും ഉണ്ടായിരുന്നു. ഉറക്കിലേക്ക് വീഴുമ്പോഴും ദിലുവിൻ്റെ തണുത്ത കൈകൾ ഡെയ്സിയുടെ പനിച്ചൂടുള്ള കാലിൽ മുറുകി. ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവർ നോക്കുമ്പോൾ നിറഞ്ഞ കണ്ണോടെ കാൽ കീഴിൽ തന്നെ നോക്കിയിരിക്കുന്ന ദിലുവിനെ കണ്ടതും കഴിയുന്ന പോലെ ധൃതിയിൽ തട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു. സോറി സോറി അമ്മേ, കരഞ്ഞുകൊണ്ട് പറയുന്ന മകളെ കാണാൻ ആ അമ്മ മനം പൊടിഞ്ഞു പോയിരുന്നു. എൻ്റെ മോളെ വയ്യാഞ്ഞിട്ട് അവളെ വാരി നെഞ്ചോട് ചേർക്കുമ്പോൾ അവരും കരയുകയായിരുന്നു. എന്നോട് ക്ഷമിക്കമ്മേ, എനിക്ക് ദിലുവിന് അവരോട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു. അല്ലെങ്കിലും സ്വന്തം നെഞ്ചിൽ അവളെ ഒന്ന് ചേർത്ത് നിർത്തി ആ സങ്കടങ്ങളെ ഒന്ന് തലോടി തീർക്കാൻ കൊതിച്ച ഡെയ്സിയുടെ മനസ്സിന് അവളെ കേൾക്കുകയേ വേണ്ടിയിരുന്നു. അപ്പോൾ കൊതി തീരാതെ അവളെ വീണ്ടും വീണ്ടും സ്വന്തം നെഞ്ചിലേക്ക് അണച്ച് പിടിച്ച് നിൽക്കുമ്പോൾ പനിച്ചൂടിനെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ളതുപോലെ അവരിലെ അമ്മ നിറഞ്ഞു തുളുമ്പിപ്പോയിരുന്നു ആ നിമിഷം. മുറിയിലെത്തിയിട്ടും ക്രിസ്റ്റിക്ക് അല്പം പോലും സമാധാനമില്ലായിരുന്നു. അമ്മയെ ഓർത്തുകൊണ്ട് അവൻ്റെ കണ്ണും മനസ്സും നേറി. 3 മക്കളും ഭർത്താവും ഉണ്ടായിട്ടും ആരും ഇല്ലാത്തതുപോലെ ഒരു കണക്കിന് തന്നെ പോലെ അമ്മയും ഒറ്റക്കായിരുന്നു. കാരണമില്ലാത്ത അമ്മയെ അകറ്റി നിർത്തിയപ്പോൾ തനിക്ക് വേണ്ടി തന്നെ ഉള്ള ദേഷ്യം കൊണ്ട് അവരെല്ലാവരും കൂടി അമ്മയെയും അകറ്റി നിർത്തി. എന്നിട്ടും ഓർക്കുമ്പോൾ ഉമിത്തിയിലാകപ്പെട്ടതുപോലെ അവന് നീറുന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കാൻ ഒട്ടും വയ്യം തോന്നിയപ്പോൾ ക്രിസ്റ്റി വീണ്ടും താഴേക്ക് ഇറങ്ങിച്ചെന്നു. മറിയാമ്മച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഭക്ഷണം ഒരുക്കുന്നുണ്ടാവും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് പോരുമ്പോൾ കനപ്പിച്ചൊരു നോട്ടമാണ് പകരം കിട്ടിയത്. എങ്കിലും അതവർ ചെയ്യുമെന്ന് ഉറപ്പാണ്. ഹാളിലേക്ക് ഇറങ്ങുമ്പോഴും അവൻ്റെ കണ്ണുകൾ ഡെയ്സിയുടെ മുറിയുടെ നേരെയാണ്. അവിടെ എന്തായി കാണുമെന്നറിയാനുള്ള ആഗ്രഹം അവനിൽ വളരെ വലുതായിരുന്നു ആ നിമിഷം. എന്നിട്ടും ആ മുറി വർക്കിയുടെ സ്വകാര്യമായതുകൊണ്ടാണ് അവൻ അങ്ങോട്ട് കയറാതെ പിടിച്ചു നിന്ന്. ഇനി മറിയാമ്മച്ചി തന്നെ ശരണം. ഒന്നാഞ്ഞു പിടിച്ച് സോപ്പിട്ട് നോക്കിയാൽ ചിലപ്പോൾ വീണുപോകും. എന്നാലും ആ സാധനത്തെ മെരുക്കിയെടുക്കുക എന്നത് എവറസ്റ്റ് കീഴടക്കുന്ന പോലെ പ്രയാസമാണ്. ഒന്നാമതേ ദിലിനെ തന്നോട് വന്നു ചേർന്ന് നിന്ന് ഒട്ടും പിടിച്ചിട്ടില്ല. ചെകുത്താൻ്റെ സന്തതി എന്നാണ് അവളെ പറയുന്ന പോലും. അങ്ങനെയുള്ളവൾക്ക് വന്ന മാറ്റം അത്ര പെട്ടെന്നൊന്നും മറിയാമ്മച്ചി അംഗീകരിച്ചില്ലെന്ന് ആദ്യം തന്നെ ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അത് തന്നോടുള്ള സ്നേഹമാണ്, കരുതലാണ്. മറിയാമ്മച്ചിയെ തിരഞ്ഞ് ക്രിസ്റ്റി അടുക്കളയിലേക്ക് ഇറങ്ങും മുന്നേ വലിയൊരു ശബ്ദത്തോടെ പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഡോറുകൾ തുറന്നടയുന്നതെല്ലാം വളരെ വലിയ ശബ്ദത്തിലായതുകൊണ്ട് വന്നത് ആരാണെന്ന് ക്രിസ്റ്റിക്ക് ഒരു ഏകദേശ ധാരണയുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടിലൂടെ ഒരു ചിരി മിന്നിമാഞ്ഞു. അടുക്കളയിലേക്ക് ഇറങ്ങാതെ അവൻ തിരികെ ഹാളിലേക്ക് തന്നെ ചെന്നു. എവിടെ വിളിക്കവനെ, അവനിന്ന് ഞാൻ ശരിയാക്കൂ. സൂസന്റെ അലർച്ചയാണ് ആദ്യം കേട്ടത്. നീ ഒന്ന് അടങ്ങ് സൂസൻ. വർക്കി പെങ്ങളെ അനുനയിപ്പിക്കാനുള്ള പെടാപ്പാടിലാണ്. എങ്കിലും ആ ശബ്ദത്തിലും ദേഷ്യമാണ്. ഞാനവന് രണ്ടു കൊടുക്കാതെ അടങ്ങൂല വർക്കിച്ച. എവിടെ വിളിക്കാവനെ. സൂസൻ വീണ്ടും പറയുന്നതിൻ്റെ ഇടയിലേക്കാണ് ക്രിസ്റ്റി നടന്നു ചെന്നത്. ഇങ്ങനെ വിളിച്ചു പോകാൻ ഞാൻ രാജ്യം വിട്ടു പോയിട്ടൊന്നുമില്ല. വളരെ കൂളായി കൈകൾ നെഞ്ചിൽ കെട്ടി നിവർന്നെന്ന് പറയുന്ന ക്രിസ്റ്റിയെ സൂസൻ തുറിച്ചു നോക്കി. അവനെ നന്നായിട്ട് തന്നെ പുച്ഛിച്ച് തള്ളി. നീ എന്റെ മോനെ അടിച്ചോടാ. ദേഷ്യം കൊണ്ട് കത്തുന്ന പരുവത്തിലാണ് സൂസന്റെ നിൽപ്പ്. അടിക്കുക മാത്രമല്ല, നന്നായി അടിച്ചൊതുക്കി വിട്ടിട്ടുണ്ട് ഞാൻ. വീട്ടിലുള്ള നിങ്ങളായിരുന്നു മകൻ ചെയ്ത തോന്നിയാസം അറിഞ്ഞപ്പോഴത് ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങളത് ചെയ്തില്ല. അതിനുള്ള പലിശ സഹിതം നിങ്ങൾക്കുള്ള കൂടി ചേർത്തിട്ട് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. നേരിട്ട് നിങ്ങളത് കൈപ്പറ്റിയെന്നറിഞ്ഞാൽ അതിയായ സന്തോഷവുമുണ്ട്. കളിയാക്കിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. സൂസൻ വർക്കിയെ രൂക്ഷമായി നോക്കി. അതിനിടയിലേക്കാണ് ഡെയ്സിയെ ചേർന്ന് നിന്നുകൊണ്ട് ദിലു മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. കേട്ടത് വിശ്വാസമില്ലാതെ ഡെയ്സി ക്രിസ്റ്റിയെ നോക്കി. അവൻ്റെ മുഖത്തുള്ള ചിരി അത് പതിയെ ഡെയ്സിയുടെ കണ്ണുകളിലെ തിളക്കമായി മാറിയിരുന്നു. ദിലുവിൻ്റെ മുഖം പ്രേതത്തെ മുന്നിൽ കണ്ട പോലെ വിളറി വെളുത്തു പോയിരുന്നു. എന്നാൽ അതിനേക്കാൾ ദയനീയമായിരുന്നു വർക്കിയുടെ അവസ്ഥ. ഡെയ്സിയുടെ മറവിലേക്ക് പതുങ്ങി നിൽക്കുന്ന ദിലിന അയാളുടെ സമനില തെറ്റിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കൂടിച്ചേര ഇല്ലാതിരിക്കാൻ അയാൾ ചെയ്തു കൂട്ടിയ അനീതികൾ ചില്ലറയൊന്നുമില്ല. എന്നിട്ടും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു മറഞ്ഞു. കാലത്തിൻ്റെ കാവ്യനീതി പോലെ അമ്മയുടെ നെഞ്ചിൻ്റെ ചൂടിലേക്ക്, സംരക്ഷണത്തിലേക്ക് അവൾ ഒതുങ്ങി ചേർന്നിരിക്കുന്നു. നീ കൂടി അറിഞ്ഞിട്ടാണോ ഒരുമ്പൊട്ടോളെ എന്റെ കുഞ്ഞിനെ ഈ സാത്താൻ തല്ലിക്കൊല്ലാനാക്കിയത്? ക്രിസ്റ്റിയോടുള്ള ദേഷ്യം കൂടി ഇതിലേക്ക് മേൽ തീർക്കാൻ എന്ന പോലെ സൂസൻ അവൾക്ക് നേരെ പാഞ്ഞു വന്നതും ഡെയ്സി അവളെ പിന്നിലേക്ക് ഒതുക്കി പിടിച്ചു. നാത്തൂന് ആദ്യം ചെന്നിട്ട് സ്വന്തം മോനെ നന്നാക്കി കൊണ്ടുപോവാ.
എന്നിട്ട് മതി എന്റെ മോളുടെ മെക്കിട്ട് കയറുന്നു. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദിലിനക്ക് വേണ്ടി ഡെയ്സി പറയുന്ന കേട്ടതും ക്രിസ്റ്റി ഹൃദയം തുറന്ന് ചിരിച്ചു. വർക്കി അതൊരു അവസരമാക്കി ഡെയ്സിക്ക് നേരെ ചെന്നു. എന്റെ പെങ്ങൾക്കെതിരെ ശബ്ദം എത്രമാത്രം അഹങ്കാരം ഇവിടെ നാശം പിടിച്ചോളാം നിനക്ക്. അതും പറഞ്ഞുകൊണ്ട് ഡെയ്സിയുടെ നേരെ കൈ ഉയർത്തി. എന്റെ അമ്മയെങ്ങാനും തൊട്ടാ ആ കൈ ഞാൻ വെട്ടു. ക്രിസ്റ്റിയാ പറയുന്നത്, വെട്ടു എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റി വെട്ടിയിരിക്കും. പിന്നിൽ നിന്നും ക്രിസ്റ്റിയുടെ ഗൗരവമേറിയ ശബ്ദം. തലചരിച്ചു നോക്കിയ വർക്കി അവന്റെ മുഖത്തെ ഭാവം കൂടി കണ്ടതോടെ അയാൾ അറിയാതെ തന്നെ കൈകൾ താഴ്ന്നു പോയിരുന്നു. നിറഞ്ഞു തൂവിയ കണ്ണുകൾക്കിടയിൽ ഡെയ്സി അവനെ നോക്കി. എന്റെ അമ്മ. ആ വാക്കുകൾ അവർ വീണ്ടും വീണ്ടും കേട്ടിരുന്നു. ചുണ്ടുകൾ വിതുമ്പി. എന്നിട്ടും അവർ ചിരിക്കുകയായിരുന്നു. ക്രിസ്റ്റി നടന്നു ചെന്നിട്ട് അവരുടെ അരികിൽ പോയി നിന്നു. ഇത്രയും കാലം നിങ്ങളുടെ നേരെ ഞാൻ വരാഞ്ഞത് എന്റെ അമ്മ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയായിരുന്നു. എന്റെ അമ്മ വേദനിക്കാതിരിക്കാൻ ഞാൻ എന്റെ വേദനകൾ അടക്കി പിടിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പൊ തോന്നുന്നു ഞാൻ അത് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന്. അവന്റെ കണ്ണിലെ നോവറിഞ്ഞതും ഡെയ്സിയുടെ വിറക്കുന്ന കൈകൾ അവന്റെ കവിളിൽ തൊട്ടു. എന്റെ അമ്മയ്ക്ക് എന്നെ വേണമായിരുന്നു. എന്നെ മാത്രം മതിയായിരുന്നു. എനിക്കത് മനസ്സിലായില്ല. ഞാനത് മനസ്സിലാക്കിയില്ല. അമ്മയ്ക്ക് എന്നെ വേണമെന്നറിയാതെ അമ്മയെ അകറ്റി നിർത്തിയവരാ ഞാൻ. എന്നോട് ക്ഷമിക്കമ്മേ. ആ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി അത് പറഞ്ഞതും ഡെയ്സി കരഞ്ഞുപോയിരുന്നു. എത്രയോ നാളുകൾക്ക് ശേഷം അവരമ്മയും മകനുമായി. പരസ്പരം തൊട്ടറിഞ്ഞ് ഉള്ളറിയാവുന്ന അമ്മയും മകനും. ഇതുവരെ ഇത് നിങ്ങളുടെ ഭാര്യയായിരുന്നു. ഇനി ഇതെന്റെ അമ്മ കൂടിയാ. ക്രിസ്റ്റിയുടെ കരുത്തുള്ള കൈകൾ ഡെയ്സിയെ പൊതിഞ്ഞു പിടിച്ചു. അവന്റെ ചൂടിൽ, വാക്കിൽ, നോക്കിൽ ഡെയ്സി സ്വയം മറന്നുപോയിരുന്നു. പുതുജീവൻ കിട്ടിയതുപോലെ ഒരു ആശ്വാസം അവരെ തഴുകി. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോടാ. വർക്കിയുടെ പക നിറഞ്ഞ ശബ്ദം. ഞാനല്ല, എന്റെ അമ്മ പറയുമെങ്കിൽ ഇനി അത് ക്രിസ്റ്റി ഫിലിപ്പിന്റെ അമ്മയാണ്. അവന്റെ കൈകൾ ഡെയ്സിയിൽ കൂടുതൽ മുറുകി. വർക്കിയുടെ കണ്ണുകൾ ഡെയ്സിയുടെ നേരെയായിരുന്നു. ആ കണ്ണുകളിൽ പുതിയൊരു ഭാവം. അവന്റെ കൈകൾക്കുള്ളിൽ ആ നെഞ്ചിൽ ചേർന്ന് തലയുയർത്തി പിടിച്ചു നിൽക്കുന്നു. അതിനോളം വലിയൊരു തോൽവി വർക്കിക്കിനി വരാനില്ല. ഡെയ്സിയോടൊന്നും ചോദിക്കാൻ പിന്നെ വർക്കിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അയാൾ ഏറെ ഭയന്നിരുന്ന സംഭവങ്ങളാണ് കൺമുമ്പിൽ അരങ്ങേറുന്നത്. അവരമ്മയും മോനും ഒന്നായി എന്നതിന്റെ തെളിവാണ് ഡെയ്സിയുടെ കണ്ണുകളിൽ നിന്ന് അയാൾ വായിച്ചെടുത്തത്. ഇനി അയാൾക്ക് ഭയന്നേ മതിയാവൂ. ഉറക്കെ വിളിച്ചുകൊണ്ട് മീര ഞെട്ടി ഉണർന്നു. അവളുടെ നിലവിളി കേട്ടിട്ടാണ് ഷീലയും ഉറക്കമിട്ട് എഴുന്നേറ്റത്. എന്താ മീരെ? ഉറക്കച്ചടവോടെ തന്നെ ഷീല മീരയോട് വിളിച്ചു ചോദിച്ചു. ഒന്നുമില്ല. വിയർത്തു നിറഞ്ഞ മുഖം അമർത്തി തുടച്ചുകൊണ്ട് മീര പതിയെ പറഞ്ഞു. കണ്ട സ്വപ്നം ഒരിക്കൽ കൂടി ഓർക്കാനുള്ള ധൈര്യം പോലുമില്ലായിരുന്നു അപ്പോഴവളിൽ. കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി കിടന്ന് കരയുമ്പോൾ അമ്മയെ കാണാൻ അത്രമാത്രം കൊതിക്കുന്ന ഒരു മനസ്സ് അവൾക്കുള്ളിൽ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു. അവരെ റൂമിലാക്കി ക്രിസ്റ്റി പോയിട്ടും കണ്ണീർ തോരാതെ ഏറെ നേരം ഇരുന്നതിൻ്റെ ഇടയിൽ എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോയതാണ് ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം കൊണ്ട് ഇല്ലാതെയായത്. ഉറങ്ങുമ്പോൾ വേദനയൊന്നും അറിയണ്ടായിരുന്നു. ഷീലയും അവളോട് പറയാൻ ഇനി ഒരു ആശ്വാസവാക്കില്ലാത്ത വിധം കുഴഞ്ഞുപോയിരുന്നു. സന്ധ്യയായി തുടങ്ങിയെന്ന് മങ്ങിയെ വിളിച്ച് അടയാളപ്പെടുത്തിയിരുന്നു. കൊണ്ടുവന്നതിൽ പിന്നെ അന്നേരം വരെയും ശാരി ഒരു നോക്ക് കാണാൻ കൂടി കഴിയാത്ത മീരയുടെ സങ്കടം വളരെ വലുതായിരുന്നു. ഡോക്ടർ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. രാത്രി റൂമിലേക്ക് മാറ്റുമെന്ന് മുഖത്ത് നോക്കാതെ ക്രിസ്റ്റി പറഞ്ഞതിൽ മാത്രം ആശ്വാസം കണ്ടെത്തിയത് ഓരോ സെക്കൻഡും തള്ളി നീക്കുന്നു. ഇരുന്നിട്ട് കാല് കഴിച്ചപ്പോൾ മീര പതിയെ കട്ടിൽ നിന്നും താഴേക്കിറങ്ങി. ബലമില്ലാത്ത പോലെ ശരീരം ഒന്ന് ആടിക്കുഴഞ്ഞപ്പോൾ അവൾ ചുമരിൽ പിടിച്ചു. വാർഡിൽ മതിയെന്ന് പറഞ്ഞിട്ടും ക്രിസ്റ്റി റൂമാണ് എടുത്തത്. ചെറിയ 2 കട്ടിലും ഇരുമ്പിന്റെ കുഞ്ഞൊരു മേശയുമുണ്ട് അതിനകത്ത്. അതിനി വായിൽ കൊള്ളാത്ത വാടകയും കൊടുക്കേണ്ടി വരും. ഷീല ഉറക്കത്തിലായതുകൊണ്ട് മീര അവരെ ഉണർത്താതെ ബാത്റൂമിൽ കയറി മുഖം നന്നായി കഴുകി. തിരികെ മുറിയിലെത്തിയിട്ടും മനസ്സിലെ എരിച്ചിൽ അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഈ വലിയ ലോകത്ത് താൻ ഒറ്റക്കായതുപോലെ തോന്നൽ അവളെ ചൂഴ്ന്ന് നിന്നിരുന്നു. നീണ്ട 17 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും തോന്നാത്ത ആ ചിന്ത ആ നിമിഷം അവളെ വല്ലാതെ നോവിച്ചു. അങ്ങനെ ഒരു ചിന്തയിലേക്ക് അമ്മ എത്തിച്ചിരുന്നില്ല. കഴിയുന്ന പോലെ തനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്ന് കൂടെ ഉണ്ടായിരുന്നു. മീര വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഇടവും വലവും ഒന്നും നോക്കി. നീണ്ടൊരു വരാന്തയിൽ ഇരു സൈഡിലും നമ്പർ അടയാളപ്പെടുത്തിയ മുറികളാണ്. പല മുറികൾക്ക് മുന്നിൽ ഊരിയിട്ട ചെരുപ്പുകൾ മാത്രം അവശേഷിക്കുന്നു. ഇടയ്ക്കിടെ വലിയ ട്യൂബ് ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്. ചുരിദാറിന്റെ ഷോൾ ഒന്നുകൂടെ നേരെയിട്ട് വാതിൽ ചാരി മീര വീണ്ടും ഐസിയുവിനെ ലക്ഷ്യമാക്കി നടന്നു. അതിനു മുന്നിൽ നിൽക്കുമ്പോഴാണ് അല്പമെങ്കിലും ആശ്വാസം. അതിനകത്താണെങ്കിലും അമ്മ കൂടെയുണ്ടെന്ന വലിയ ആശ്വാസം. ആ ഓർമ്മയിൽ തടഞ്ഞുകൊണ്ടായിരിക്കും മീരയുടെ കണ്ണ് നിറഞ്ഞത്.
എതിരെ വരുന്നവരെല്ലാം അവളുടെ നേരെ നോക്കിയിട്ട് കടന്നു പോകുമ്പോഴും അതൊന്നറിയാതെ അവൾ ഏതോ ചിന്തയുടെ ഭാരവുമേന്തി സ്വയം മറന്ന് നടക്കുകയായിരുന്നു. നിങ്ങൾ നിന്ന് കുടുംബപുരാണം പറയാതെ എന്റെ ചെക്കനെ തല്ലിച്ചാച്ചികളെ സമാധാനം പറയണം നീ. പിന്നിൽ നിന്നും സൂസന്റെ രോദനം. ക്രിസ്റ്റി ഡെയ്സിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് നേരെ തിരിഞ്ഞു. അതിനുള്ള ഉത്തരം ഞാനും പറഞ്ഞു കഴിഞ്ഞതാണല്ലോ, ഇനി എന്തോന്ന് ഇത്രയും പറയാൻ? ക്രിസ്റ്റി പരിഹാസത്തോടെ ചോദിച്ചു. വർക്കിച്ചിനൊന്നും പറയാനില്ലേ ഇനി? ക്രിസ്റ്റിയെ തന്നെ തുറിച്ചു നോക്കിയിരിക്കുന്ന വർക്കിയുടെ നേരെയായി സൂസന്റെ ചോദ്യം. അയാളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ക്രിസ്റ്റിയുടെ ചിരിക്ക് ഭംഗിയേറി. എന്നിട്ട് എന്തേ ഇത് ചോദിക്കാൻ വരുമ്പോ നിങ്ങളുടെ പുന്നാരമോനെ കൂട്ടാണ്ട് വന്ന് അടികിട്ടി പഞ്ചറായ അവനല്ലേ ഇത് വന്നിട്ട് ചോദിക്കാനുള്ള ഏറ്റവും കൂടുതൽ അർഹത? എന്നിട്ട് എവിടെ അവൻ? ക്രിസ്റ്റി ഡെയ്സിയെ വിട്ട് സൂസന്റെ നേരെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു. ഒരു നിമിഷം അവന്റെ ചോദ്യം കേട്ടിട്ട് സൂസൻ പരിങ്ങി. ഞാൻ അവനെയാ പ്രതീക്ഷിച്ചിരുന്നത്. അത് മനസ്സിലായെന്ന് ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. അത് പിന്നെ അവൻ എഴുന്നേറ്റ് നടക്കാനൊക്കോ? അക്കോളത്തിലാക്കിയില്ലേ നീ? സൂസൻ അവന്റെ നേരെ നോക്കി ചീറിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ക്രിസ്റ്റി ഉറക്കെ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. പല്ല് കടിച്ചുകൊണ്ട് അവന്റെ നേരെ നോക്കി നിൽക്കുന്നുണ്ടെന്നല്ലാതെ വർക്കിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇനി എന്ത് പറഞ്ഞിട്ടാണ് അവനെ ഒന്ന് ഒതുക്കി നിർത്തുക എന്ന് അയാൾക്കറിയില്ല. അവനെതിരെ ഏറ്റവും എളുപ്പത്തിൽ എപ്പോഴും എടുത്തു പ്രയോഗിക്കാവുന്ന ആയുധമാണ് അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നിട്ട് തന്നെ തോൽപ്പിച്ചിരിക്കുന്നത്. ഇനി പുതിയൊരായുധം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വർക്കിയുടെ മനസ്സ് നാനാവഴിക്കും ഓടി അറിയുന്നുണ്ട്, ഒരു കാരണം തേടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.